യൂട്യൂബ് ചാനൽ 555 ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. പ്രപഞ്ചശക്തി തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് മാത്രമേ ഈ റീഡിംഗ് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണുക. ഇത് അത്രയും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റീഡിങ്ങും കൂടിയാണ്. യൂണിവേഴ്സ് തീരുമാനിക്കുന്ന വ്യക്തിയിലേക്ക് മാത്രം എത്തിച്ചേരുന്ന ഒരു റീഡിങ്ങും കൂടി ആണിത്. അപ്പോൾ നിങ്ങളത് അതിനനുസരിച്ചിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് കണ്ടിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു റീഡിങ്ങും കൂടിയാണ്. അപ്പം നമുക്ക് എനർജിയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് എനർജി തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ യെസ്, ഇവിടെ രണ്ട് പേര് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട് അല്ലേ? ഇപ്പം ഈ ഒരു ലേഡി ഈ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ഈ ഒരു ഫ്രണ്ട്, ഈ ഒരു സുഹൃത്ത് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഏതോ ലോകത്താണ് അല്ലേ? കാരണം ഈ ഒരു കുട്ടിയുടെ കണ്ണ് പോകുന്നത് കണ്ടാൽ അറിയാം. അതായത് കംപ്ലീറ്റ് ആയിട്ട് വേറൊരു ലോകത്താണ് ആള് നിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോഴായിരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ പേഴ്സൺ പഠിക്കായിരിക്കാം, ജോലി ചെയ്യായിരിക്കാം, ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ ചിൽ ഔട്ട് ചെയ്ത് നടക്കുന്ന ഒരു കാലഘട്ടമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. കൊളീഗ്സ് ആയിട്ടൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ അതിലേക്കൊന്നും ഈ വ്യക്തിക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനോ അതിലേക്ക് മാത്രമായിട്ട് മനസ്സുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനോ സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. കാരണം അവരുമായിട്ട് പൊരുത്തപ്പെടാൻ ഈ വ്യക്തിയെ കൊണ്ട് കഴിയുന്നില്ല. ഈ വ്യക്തി നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സ് ഒരു ചിന്തയിൽ തന്നെ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് പൊരുത്തപ്പെട്ട് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുമ്പോൾ ഉടനടി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരികയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് അത് നേരിട്ട് കാണുവാനോ ആസ്വദിക്കാനോ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനോ സാധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഈ പേഴ്സണ് ഈ ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതുമായിട്ട് അതിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏഞ്ചൽസ് ഓഫ് ദ 4 ഡിറക്ഷൻ ആണ്. അതായത് ഇവിടെ ഏഞ്ചൽസ്, മാലാഖമാര് നല്ല രീതിയിൽ ഈ വ്യക്തിയെ നിങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു എനർജി എന്താണ്, നിങ്ങളുടെ പ്രാധാന്യം എന്താണ്, ഇതൊക്കെ തന്നെ ഈ വ്യക്തിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവപരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഏഞ്ചൽസ് ഓരോന്നോരോന്നായിട്ട് ഈ വ്യക്തിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏഞ്ചൽസ് നല്ല രീതിയിൽ ഈ പേഴ്സണിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏഞ്ചൽസ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഓരോന്നോരോന്നായിട്ട് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഏഞ്ചൽസ് ഓഫ് ദ 4 ഡിറക്ഷൻ കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ചിന്തകളും വരുന്നുണ്ട്, നിങ്ങളോട് കുറ്റബോധവും തോന്നിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിഷമം വരുന്നുണ്ട്, എന്നാൽ നിങ്ങളോട് പ്രണയവും ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫീലിങ്സും വരുന്ന രീതിയിലാണ് ഏഞ്ചൽസ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് ഈ വ്യക്തിയിൽ ആണ്. അതുപോലെ നോക്കുകയാണെങ്കിൽ ഡെല്യൂഷൻ ആണ്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി ഈ പേഴ്സണെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ തെറ്റിദ്ധാരണകളെ കുറിച്ചാണ്.
ഈ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒട്ടുമിക്ക റീഡിങ്സിലും വരാറുണ്ട്. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് ചിലപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ഒരു എന്താ പറയാ, അത്രയും സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോയ ആൾക്കാരായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾക്കിടയിൽ പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും നെഗറ്റീവ് ആക്കുന്ന രീതിയിലും എന്തൊക്കെയോ സിറ്റുവേഷൻസ് നടന്നിട്ടുണ്ട്. അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം, എന്തുമാകാം. പക്ഷെ അതിലൂടെ ഭയങ്കരമായിട്ടുള്ളൊരു തെറ്റിദ്ധാരണ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ പേഴ്സന്റെ മനസ്സിൽ നിന്നും മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേരിൽ വന്നിരിക്കുന്ന തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ ആ ഒരു ചിലപ്പോൾ നിങ്ങളും ഈ തെറ്റിദ്ധാരണയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലായിരിക്കാം. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന തെറ്റായ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സാ വാച കർമ്മ അറിഞ്ഞിട്ട് പോലും ഇല്ലായിരിക്കാം. പക്ഷേ ആ ഒരു തെറ്റിദ്ധാരണ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി ആൻഡ് സ്ട്രോങ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുകൾക്ക് ശേഷം മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കംപ്ലീറ്റ്നെസ് സംഭവിക്കുകയുള്ളൂ. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം വളരെ ഒരു ഹറി ബറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഓക്കെ, ഹറി ബറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു കല്യാണം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് കല്യാണം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നില്ല. അതായത് ഇത് ഒരു കർമ്മ സംബന്ധമായിട്ട് വന്നിരിക്കുന്ന ഒരു കണക്ഷനാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കുറച്ചധികം കർമ്മങ്ങളിലൂടെ കടന്നു പോയതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത് വരുന്നത്. നിങ്ങൾക്കും ഈ പേഴ്സൺ ആയാലും സ്ട്രെങ്ത് വരുന്നതും ഇത് മുന്നോട്ട് നല്ലൊരു വിജയത്തിലേക്ക് വന്ന് എത്തുന്നതും. അതുവരെയും ചില പരീക്ഷണങ്ങളും ചില കർമ്മങ്ങളും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് തീർത്തും കാണാൻ കഴിയുന്നു. വളരെ സെൻസിറ്റിവിറ്റി ആണ്, അതായത് വിഷമിപ്പിക്കുന്ന രീതിയിലും ഒരുപാട് ചിന്തിപ്പിക്കുന്ന രീതിയിലുമുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ നടക്കാം. പക്ഷെ എങ്കിൽ പോലും അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് വളരെയധികം സ്ട്രെങ്ത് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിജയം കൂടിയാണ് ഈ റിലേഷൻഷിപ്പിൽ ഭാവി വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ബിൽഡിംഗ് യുവർ വേൾഡ് എന്നാണ്. ക്രിയേഷൻ, എക്സ്പാൻഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് ആണ്. ഇവിടെ നമുക്ക് ഒരുപാട് കണക്ഷൻസ് ഈ വ്യക്തി വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ പഠിക്കുന്ന സ്ഥലത്ത്, ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അങ്ങനെ അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഈ വ്യക്തിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ലൈഫ് ഇല്ല. അതായത് ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ ഒരു കാര്യവും മൂടി വെക്കാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? ചിലപ്പോൾ ഈ വ്യക്തി വളർന്നു വന്നിട്ടുള്ള സാഹചര്യം അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഈ പേഴ്സന്റെ വീട്ടിലാണെങ്കിൽ പോലും ഒരു പ്രൈവസി ഇല്ലാത്ത അവസ്ഥയായിരിക്കാം. എന്തിനും ഏതിനും ഈ വ്യക്തിക്ക് മറ്റുള്ളവരോട് ഉത്തരം പറയേണ്ട അവസ്ഥയായിരിക്കാം. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റേതായിട്ടുള്ളൊരു ജീവിതം പടുത്തുയർത്താനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതത്ര നല്ല കാര്യമല്ല, പക്ഷെ അതിവിടെ വരുന്നുണ്ട്. അത് മാറ്റിയെടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിനെക്കുറിച്ച് പലപ്പോഴും നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഈ പേഴ്സൺ അതൊന്നും കാര്യമാക്കി എടുത്തിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഈ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അഡിക്ഷൻസ് ആർ എഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫാണ്. ചിലപ്പോൾ ഈ വ്യക്തി ഒരുപാട് മദ്യപിക്കുന്ന പേഴ്സൺ ആയിരിക്കാം,
ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊക്കെ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ, അതായത് അവർ കഴിഞ്ഞിട്ടേ ഇനി വേറെ ഉള്ളൂ, അല്ലെങ്കിൽ അവർ കഴിഞ്ഞിട്ടേ ഇനി എനിക്ക് വേറെ ജീവിതമുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം. എന്തുകൊണ്ടോ ഈ വ്യക്തി ചില കാര്യങ്ങളിൽ വളരെയധികം അഡിക്റ്റഡ് ആണ്. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു അഡിക്ഷൻസും ഒരു പരിധി വരെ നല്ല രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഫെമിനൈൻ വിസ്ഡം ആൻഡ് പാഷൻ ആണ്. ഇവിടെ സ്ത്രീകളുടെ എനർജിയാണ് ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് നിലകൊള്ളുന്നത്. അതായത് സ്ത്രീകളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം, അതായത് ഈ റിലേഷൻഷിപ്പിലുള്ള സ്ത്രീകളുടെ, അതായത് ലേഡീസിന്റെ എനർജി എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആണ്. അതുപോലെ തന്നെ പാഷനേറ്റ് ആണ്. അതുപോലെ തന്നെ വളരെ സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് പെട്ടെന്ന് വിഷമിക്കുകയും എന്നാൽ ജീവന് തുല്യം സ്നേഹിക്കുകയും എന്നാൽ വെറുത്തു കഴിഞ്ഞാൽ ദേഷ്യം തോന്നിയാൽ അങ്ങേയറ്റം റിവഞ്ച് എടുക്കുകയും ചെയ്യുന്ന സ്ത്രീകളെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് അത്രയും വലുതാണ്. ഓക്കെ, ഫെമിനൈൻ എനർജിയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ അത്രയും പവർഫുൾ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ലേഡീസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വളരെ പവർഫുൾ ആണ്. ഇനി അതല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ലേഡീസ് വളരെയധികം പവർഫുൾ ആണ്. അതാണ് നിങ്ങൾക്ക് ആ ഒരു പെട്ടെന്ന് അങ്ങോട്ട് മറന്നു കളയാൻ പറ്റാത്തത്. വളരെ പാഷനേറ്റ് ആയിട്ടും വളരെ ഫെമിനൈൻ എനർജി മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ടൈഗർ എനർജിയാണ്. അതുപോലെ തന്നെ നെഗ്ലക്റ്റഡ് ആണ്. ഐ ഫെയിൽ ടു ഗീവ് യു വാട്ട് യു നീഡ് എന്നാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പരാജയപ്പെട്ടു പോയി, നിനക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ തരേണ്ടിയിരുന്നത് ആ കാര്യങ്ങളൊന്നും എനിക്ക് തരാൻ കഴിഞ്ഞില്ല, ആ ഒരു കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയി എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള കുറ്റബോധവും ക്ഷമാപണം നടത്തണമെന്നും ഒക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലവ് മെസ്സേജ് ആണ് നിങ്ങളുടെ അടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ എന്നാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വ്യക്തിയെ സ്വീകരിക്കുമോ എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ഈ പേഴ്സൺ ഉള്ളത്. ആ ഒരു ചോദ്യം തന്നെയാണ് ഈ വ്യക്തിക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ക്ലൂസ് നമ്മൾ ഇന്ന് എടുക്കുന്നില്ല. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.